ഇന്ന് കൊണ്ടുവന്ന മീൻ മങ്കടയാണേ. ഇത് കാണുമ്പോൾ നമ്മൾ കുഴപ്പമില്ല എന്നൊക്കെ, പക്ഷേ മുറ്റു മീനാട്ടോ ഇത്. ഞാനിത് ആദ്യമായിട്ടാണ് വെട്ടുന്നത്, അപ്പോൾ എനിക്കിത് അറിയത്തില്ലായിരുന്നു എങ്ങനെയാണ്. പിന്നെ അമ്മ എനിക്ക് പറഞ്ഞു തന്നു കേട്ടോ അതെങ്ങനെയാണ് വെട്ടണ്ടേന്ന്. കുറുക്കിന് കണ്ടിരുന്നത് എന്നിട്ട് സൈഡ് കണ്ടിച്ചേക്ക് ഇങ്ങനല്ലേ അപ്പോൾ ഇങ്ങനെ കുറുക്കിന് കണ്ടിരുന്നത് ഇങ്ങനെ ഇങ്ങനെ എന്നിട്ട് രണ്ട് സൈഡും കണ്ടു. അമ്മ പറഞ്ഞു കഴിഞ്ഞ് ഞാൻ എൻ്റെ പിന്നെ അമ്മ പറഞ്ഞതുപോലെ ആട്ടോ ഞാൻ വെട്ടിയത്. എൻ്റെ ഇഷ്ടത്തിനല്ല, അമ്മ പറഞ്ഞതുപോലെ വെട്ടിയത്. ഭയങ്കര പാടായിരുന്നു കേട്ടോ. അതിൻ്റെതായ രണ്ട് സൈഡും വെട്ടിയിട്ട് വേണം ആ എന്താ തൊലി വലിച്ചൂരാൻ. കാണുന്ന പോലൊന്നും അല്ലായിരുന്നു, അത്യാവശ്യം നല്ല പാടായിരുന്നു. പിന്നെ എൻ്റെ കയ്യും കുറേ കീറി. ഞാൻ വിചാരിച്ചതേ അമ്മയൊക്കെ എങ്ങനെ വെട്ടുന്നെന്ന്. കണ്ടോ എൻ്റെ വെട്ട് കാണുമ്പോൾ അറിയാമല്ലോ, നല്ല എക്സ്പീരിയൻസ് ഉള്ള പോലല്ലേ ഞാൻ മുറിക്കുന്നത്. ഭയങ്കര പ്രൊഫഷണലായിട്ടല്ലേ ഞാൻ ചെയ്യുന്നത്. കാണുമ്പോഴേ അറിയാം എത്ര ദാരിദ്ര്യമാണ് ഞാൻ എൻ്റെ വെട്ടെന്നല്ലേ. അങ്ങനെ ഒരു വിധത്തിൽ അതുമായിട്ട് യുദ്ധം തന്നെ. ഞാൻ എപ്പോഴും മീനുമായിട്ട് യുദ്ധമാണെങ്കിലും വലിയ മീനൊന്നും ഇത്രയും കഷ്ടപ്പാടില്ല കേട്ടോ. പക്ഷേ ഇത് ഭയങ്കര കഷ്ടപ്പാടായിരുന്നേ. അതുമായിട്ട് ഒടുവിൽ കഷ്ടപ്പെട്ട് ഞാൻ എങ്ങനെയൊക്കെയോ മുറിച്ച് വൃത്തിയാക്കി എടുത്തു കേട്ടോ. പിന്നെ അമ്മ എനിക്ക് പറഞ്ഞു തരും എങ്ങനെയൊക്കെ കട്ട് ചെയ്യണം, എങ്ങനെ കഴുകി തരണം, അതൊക്കെ പറഞ്ഞു തരും. അതുകൊണ്ട് അതുപോലൊക്കെ ഞാനങ്ങ് ചെയ്തു. അത് വെട്ട് വന്നപ്പോഴത്തേക്കും അമ്മ കറി വെക്കാനുള്ളതൊക്കെ അരിയുമായിരുന്നു കേട്ടോ, ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ. പിന്നെ ഞാൻ പെര തൂക്കാനായിട്ട് പോയി. പെരയൊക്കെ തൂത്തിട്ട് വന്നപ്പോഴത്തേക്കും അമ്മ മീൻകറി വെക്കാൻ തുടങ്ങുമായിരുന്നു. അപ്പം ഞാനോർത്ത് ജസ്റ്റ് എല്ലാവരും ഒന്ന് കാണിക്കാമല്ലോ എന്ന് കരുതി ഞാനങ്ങനെ വീഡിയോ എടുത്തു കേട്ടോ. വീഡിയോ എടുക്കുമ്പോൾ അമ്മ അതൊന്നും ശ്രദ്ധിക്കാറില്ല കേട്ടോ. പിന്നെ ഞാൻ അതുകൊണ്ട് അമ്മ മൈൻഡ് ചെയ്യത്തുമില്ല, ഞാൻ വീഡിയോ എടുക്കുന്നുണ്ടല്ലോ, അമ്മ അതൊന്നും ശ്രദ്ധിക്കത്തില്ല. പിന്നെ അതുകൊണ്ട് എനിക്ക് സുഖമാണ്, ഞാൻ എന്ത് വേണേലും വീഡിയോ ഒക്കെ എടുക്കും അമ്മ ചെയ്തുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ പോയി കുളിച്ചു കേട്ടോ. കുളിച്ചിട്ട് നമുക്കൊരിടം വരെ പോകണം, കാരണം എൻ്റെ അമ്മ വീട്ടിലോട്ട്. ആ ഒരു സന്തോഷം എൻ്റെ മുഖത്തുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് കുടു വന്ന് എന്നോട് ഓരോന്നൊക്കെ ചോദിക്കുവാ. ഞാനപ്പോൾ അതിന് മറുപടി പറഞ്ഞുകൊണ്ട് ഇരിക്കുന്നത്. അങ്ങനെ വൈകുന്നേരം ആയപ്പോൾ ചേട്ടൻ എന്നെ കൊണ്ടുപോയി. വീട്ടിലേക്ക് പോകുന്ന വഴിയാണ് ഇത്. സൂപ്പറാട്ടോ ഈ വ്യൂ, നല്ല രസമാണ്. അത് കാണുമ്പോൾ തന്നെ മനസ്സിനൊരാശ്വാസം. പിന്നെ ഈ ഒരു കലാരൂപം, ചീട്ട് കളിക്കുന്ന കലാരൂപം ഞങ്ങളുടെ ഇവിടെ എപ്പോഴും ഉള്ള കേട്ടോ. അങ്ങനെ ബസ്സിൽ കയറിയപ്പോഴത്തേക്ക് അമ്മ ഓരോന്ന് ആലോചിച്ചിരിക്കുന്നതുകൊണ്ട് അമ്മയായിട്ടും കുറച്ച് ഒച്ചുവർത്താനം പറഞ്ഞിട്ടോ. ഇത് ആക്ടിങ് ആണെങ്കിലും എനിക്ക് ഈ ഒരു സ്വഭാവം ഉണ്ട് കേട്ടോ. ബസ്സിൽ കയറുമ്പോഴേ ഉറങ്ങിപ്പോവും. പിന്നെ ഞങ്ങൾ അവിടുന്ന് ഷെയർ ഓട്ടോയിലാണ് പോയത്. അവിടുന്ന് ഓട്ടോയൊക്കെ ഇറങ്ങി പെതിയെ നടക്കാൻ തുടങ്ങി. അപ്പോൾ കുടു ഭയങ്കര പറച്ചില്ല, അവന് നടക്കാൻ വയ്യെന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ കുടുവിൻ്റെ കഥയും കേട്ട് കുറച്ചേരം അവിടെ ഇരുന്നു. പിന്നെന്തുള്ള ഞാനല്ലേ ഇത് ഷിൻഡാന്റെ പരിപാടി കണ്ടയാ. അമ്മ അനിയൻ്റെ കുഞ്ഞിനെ എടുക്കാൻ പോയപ്പോഴത്തേക്കും അന്ന് കുടുവിൻ്റെ ഈ വർത്തമാനം പറച്ചില്ല കേട്ടോ. പിന്നെ അവനെയും കൊണ്ട് വന്നതിന് ശേഷം ഞങ്ങൾ നേരെ അമ്മ വീട്ടിലോട്ട് പോയി കേട്ടോ. അവിടെ ഒരു കല്യാണം കൂടാനാണ് നമ്മളീ വന്നത്. അങ്ങനെ അവിടെ വന്നപ്പോഴത്തേക്കും എല്ലാവരും പച്ചക്കറി അരിയലും മേളവുമായിട്ട് കിടക്കുന്നു. ഇപ്പം ഈ കാഴ്ചയൊന്നും അധികം കാണാൻ കിട്ടുന്നില്ലല്ലോ, അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോ ഒക്കെ എടുത്തത് കേട്ടോ. കുടുവിനും തക്കുടുവിനും ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങളും കുറേ നേരം വർത്തമാനം പറഞ്ഞിരുന്നേ. കാരണം കുറേ നാൾക്ക് ശേഷം എല്ലാവരും ഒരുമിച്ച് കൂടുന്നതല്ലേ. അപ്പോൾ ആ ഒരു സന്തോഷം എല്ലാവരിലും ഉണ്ടായിരുന്നു കേട്ടോ.